അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. നല്ല മൺചട്ടി എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്താ നമ്മൾ ചെയ്യാൻ പോണേ? നമ്മളിത് സ്റ്റഫ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി. കോഴിക്കോടാണ് വീട്? അതെ, കോഴിക്കോടാണ് വീട്. സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എത്ര നാളായി ഈ ഇൻഡസ്ട്രിയിൽ? 24 ഇയേഴ്സ് ആയി. 24 ഇയേഴ്സ് ആണോ? ഓക്കെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ളൊരു പേഴ്സണാണ്. വേറെ ഇത് മെയിനായിട്ട് നാടൻ തന്നെയാണോ അതോ വേറെ കുസീൻസ് വല്ലതാണോ? ഞാൻ തായിയാണ് സ്പെഷ്യലൈസ് ചെയ്ത്, പിന്നെ മലബാർ കുസീൻ, പിന്നെ ട്രൈബൽ, ഹെർബൽ. ട്രൈബൽ അങ്ങനെ എല്ലാം ഉണ്ട്. ഇന്നിപ്പോൾ ഇത് എവിടത്തെയാണ്? ഏത്? ശരിക്കും ഇതൊരു ഹെർബൽ കുസീനാണ്. ഇത് ഹെർബൽ കുസീനാണ് ശരിക്കും. ഇതിൽ വേറെ ഇൻഗ്രീഡിയൻ ഞാൻ പിന്നെ ഹെർബലിൽ നിന്നൊരു മാറ്റം വരുത്തി. കാരണം ഹെർബൽ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടാവില്ല. ശരിക്കും ഈ കരിമീൻ നിറച്ച ഹെർബൽ കുസീൻ ആണ്. അത് ശരിക്കും ഓയിലൊന്നും എടുക്കാതെ കണലിനകത്ത് മൺചട്ടി വെച്ചിട്ട് ചുട്ട എടുക്കുന്നതാണ്. ഓനിയൻ ഇട്ടു, ടൊമാറ്റോ ഇട്ടു, ജിഞ്ചർ ഇട്ടു, എല്ലാം പെട്ടെന്ന് ഗാർലിക്, ഓൾ സോംബോ, പെരിഞ്ചീരകാണത്. ഇത് അതിലേക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു മസാലയാണ്. ഇതിലേക്ക് വേണ്ടി മാത്രം. കൊറിയാണ്ടർ, ഓൾ കൊറിയാണ്ടർ, റെഡ് ചില്ലി, സോമ്പ്, ഓൾ പെപ്പർ, ചോപ്ഡ് ജിഞ്ചർ എല്ലാം കൂടി ഇട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രത്യേക മസാലയാണ്. മസാലക്കൂട്ടാണ്. അത് ചേർത്തു. കുറച്ച് പെപ്പർ ഇട്ടു. കുറച്ച് പെപ്പർ ഇത്തിരി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇടാണ്. ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മസാല തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കാണ്. ഇതെല്ലാം കൂടി നമ്മൾ ഇട്ട മസാല കൂട്ടും നന്നായിട്ട് വഴറ്റിയെടുക്കും. ഇതിൻ്റെ ഞാൻ പുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പുളി വെള്ളത്തിൽ നമ്മൾ കുറച്ച് ഇതിനകത്ത് ഇനി വെള്ളം പുളി അധികം ഓയിൽ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ. ഇല്ലെങ്കിൽ ഓനിയൻ ഭയങ്കരമായിട്ട് ഓയിലിൽ സോട്ട് ചെയ്തിട്ടൊക്കെയാണ് സാധാരണ. അപ്പോൾ ഈ ഓയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ മൺചട്ടിയിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ കറി ലീഫ് ഇട്ടു. നന്നായിട്ട് വഴറ്റി, എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടാണ് ചെയ്യാറ്. ഇനി നമുക്ക് ഈ പ്രോൺസ് കുക്കാക്കി എടുക്കണം ഇതിനകത്ത്. അപ്പം ഈ ഒരു ഗ്രേവിയിൽ നമ്മൾ ആ പ്രോൺസ് ഇട്ടൊന്ന് കുക്കാക്കി എടുക്കാൻ പോവാണ്. പ്രോൺസ് കുക്കാൻ 7-8 മിനിറ്റ് മതി. 8 മിനിറ്റ് വേണ്ട ശരിക്കും. മസാലയിൽ കിടന്ന് വേണമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് പ്രോൺസ് പെട്ടെന്ന് തന്നെ ആവും. ഓവർ കുക്കായാലും ഇത് റബ്ബർ പോലെയാവും. മസാലയിൽ കിടന്ന് പ്രോൺസായി. ഇനി നമ്മൾ ഈ മസാല മാറ്റി വെക്കുകയാണ്. മൊത്തത്തിൽ വാങ്ങി വെക്കുക. ഈ മസാല നമ്മളിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. മൊത്തമായിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കുകയാണ്. ഇനി അടുത്തത് ഇതിൻ്റെ പരിപാടിയാണ്. കരിമീൻ ഇത് മസാല നമ്മൾ പുരട്ടുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, സ്പെഷ്യൽ മസാലപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി. ഇച്ചിരി എണ്ണ, ഇത്തിരി പുളിവെള്ളം കൂടി ആഡ് ചെയ്യുന്നത്. എന്താ പുളിവെള്ളം ഇങ്ങനെ ഇതിലും ആഡ് ചെയ്യുന്നത്? എണ്ണ കുറയ്ക്കാൻ തന്നെ അല്ല, ഈ ഫിഷിലേക്ക് മസാല ഇറങ്ങണമെങ്കിൽ ശരിക്കും നമ്മൾ പുളിയുടെ ഇത് കുറച്ചുണ്ടാവണം. നല്ലതാണ്. നമ്മൾ ഈ പ്രോൺസിനെ ഈ കരിമീനെ ഒന്ന് മൊരിച്ചെടുക്കാൻ പോവാണ്. അല്ലെങ്കിൽ മൊരിച്ചെടുക്കുന്നതിൽ നമ്മളിതാ ചെറിയുള്ളി മൊരിച്ചെടുക്കാൻ വേണ്ടി തന്നെ ഓൾറെഡി നമ്മൾ ഇത്തിരി ചെറിയുള്ളി ഇട്ടുണ്ട്. വട്ടത്തിലരിഞ്ഞത്, ഇത്തിരി പച്ചമുളക്, മറ്റേ നമ്മുടെ തേങ്ങ അത് വെറൈറ്റി ആയിട്ടാണല്ലോ പൊരിച്ചെടുക്കുന്നത്. സ്ലിഡ് ചെയ്ത പച്ചമുളക്, കറിവേപ്പില, ചില്ലി ക്രഷ് ചെയ്ത് വെച്ചത്, വറ്റൽമുളക്, പെരുംജീരകം. ഇതിനിപ്പോൾ ഞാൻ ഇതിലേക്ക് നിറയ്ക്കാൻ പോവാണ്. ഈ മസാല തന്നെ നിറയ്ക്കുകയാണ്. ചെമ്മീൻ വിഴുങ്ങിയ കരിമീൻ ഇങ്ങനെയും പറയാം. അങ്ങനെയും വേണമെങ്കിൽ പറയാം. പക്ഷേ ചെമ്മീൻ നിറച്ച് പൊരിച്ചത് അതാണ് നമ്മുടെ സാധനം. നിറച്ച് പൊരിച്ച കരിമീൻ ഇങ്ങനെ ഇരിക്കും. ഈ ഒരു ഇതിൽ കിടന്നാണല്ലേ ഇത്. ശരിക്കും നമ്മുടെ ആ കോക്കനട്ടും എന്താ പറയുക, നമ്മുടെ പച്ചമുളകും. അതെ. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ വീണ്ടും ചട്ടിയിലേക്ക് മാറ്റുകയാണ്. ചട്ടിയിലാണ് ഇത് ബാക്കിയുള്ള പരിപാടികൾ നടക്കാൻ പോണ. ചെറുതായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു.
കുറച്ച് വീണ്ടും കുറച്ച് പുളിവെള്ളം ഒഴിച്ചു, പിന്നെ പുളിവെള്ളം ഒഴിച്ചു, ഉപ്പിട്ടു, നമ്മുടെ മസാല ഇട്ടു. മസാല സ്പെഷ്യൽ സീക്രട്ട് മസാല കൂട്ട്. ഇത് നമ്മുടെ ബാക്കിയുള്ള മസാല നമ്മൾ ഇതിൽ മസാല അതിനകത്തോട്ട് ഇട്ടു. നമ്മൾ കരിമീൻ ചെറുതായിട്ടൊന്ന് പൊളിച്ചെടുക്കുന്നുള്ളൂ. ഇനിതാ ഈ കരിമീൻ വീണ്ടും നമ്മൾ അങ്ങോട്ട് ഇട്ടു, ആ വെള്ളത്തിലിട്ടു അല്ലേ, ആ ഒരു കൂട്ടിലോട്ട് ഇട്ടു. ചട്ടിയും വെച്ച് തന്നെ അടച്ചു വെക്കുന്നത്. ഒരു എത്ര നേരം പിടിക്കും? ഒരു 10 മിനിറ്റ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും സാധനം റെഡിയാവും. അതിനു മുമ്പ് ഒന്ന് തുറന്നിട്ട് മറിച്ചിടണം അല്ലേ? അപ്പം എന്തായാലും വെയിറ്റ് ചെയ്യാം മറിച്ചിടുന്ന വരെ. ഓക്കെ, റെഡിയായി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളത് ആയിട്ടുണ്ട്. ഇപ്പോൾ പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റാൻ പോവാണ്. എൻ്റെ കറിവേപ്പിലയും കൂടി അങ്ങ് വെച്ചു. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കഴിക്കണ്ടല്ലോ, നമുക്ക് ഉടപ്പിൽ നിന്ന് കഴിക്കാമല്ലേ, അതല്ലേ നല്ലത്. അപ്പോൾ ഇതും നമ്മുടെ ബീഫ് കായ വരട്ടിയതും അല്ലേ ചേച്ചി. അപ്പോൾ ഇതിനെല്ലാം നന്ദിയുണ്ട്, താങ്ക് യു. നമ്മുടെ ചെമ്മീനിട്ട് നിറച്ച കരിമീനും നമ്മുടെ ബീഫിനും. മറ്റേ ഷെഫ് എന്ത് ചെയ്യും? നമ്മുടെ ഷെഫ് മുങ്ങിയ, ഷെഫ് പോയി. ഷെഫിന് നന്ദി. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് കഴിക്കാൻ പോവാണ്. അപ്പോൾ അതും കൂടി എനിക്ക് അങ്ങോട്ട് തന്നാൽ മതി. താങ്ക് യു. എനിക്ക് എന്തായാലും അപ്പോൾ നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് എന്താണ് കരിമീൻ്റെ ഉള്ളിൽ ഞണ്ടല്ല നമ്മുടെ കൊഞ്ച് ചെമ്മീൻ നിറച്ചു. അതിനു മുമ്പ് നമ്മൾ ബീഫ് കായിട്ട് നന്നായിട്ട് വരട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിങ്ങോട്ട് വന്നാൽ മതി. ഇനി നമ്മൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഈ ഹോട്ടൽ ഇനി പുതിയതായിട്ട് വേറെ എവിടെയെങ്കിലും പുതിയതായിട്ട് ബ്രാഞ്ചസ് സാർ ഇപ്പോൾ ഒന്നും പ്ലാൻ ചെയ്തില്ല. ഇനിയിപ്പം മുകളിലേക്ക് ഇതിൻ്റെ അടുത്ത ഫ്ലോറ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവാൻ പോവാണ്. ഇതിൻ്റെ ഫ്ലോർ കേട്ടോ? അതെ, നമ്മുടെ ജഗദീഷ് ചേട്ടൻ തന്നെ ഡയറക്റ്റ് വീണ്ടും തന്നേക്കാണ്. താങ്ക് യു. അമ്മ വിളിച്ചു. അപ്പം കരിമീനും ഉണ്ട്, നമ്മുടെ ബീഫും ഉണ്ട്. അപ്പം ഇത് ഇതാണ് അപ്പോൾ നമുക്ക് ഇതിൽ സ്പെഷ്യലായിട്ട് ഒലത്തി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ മീൻ മുട്ട. അപ്പോൾ അതിന് താങ്ക് യു. ഞാനിപ്പോൾ എന്തായാലും കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ അതെ, മുകളിലേക്ക് മൾട്ടി കുസിൻ റെസ്റ്റോറൻ്റാണ് വരുന്നത്. ഓക്കെ, അത് ടേബിൾ സെറ്റിങ്ങോട് കൂടി റെസ്റ്റോറൻ്റായിട്ട് തന്നെ. പിന്നെ ചെറിയ 2 പാർട്ടി ഹാളുകളുണ്ട്. ഓക്കെ, അത് കൂടാതെ ഏറ്റവും മുകളിൽ റൂംസ്. അപ്പോൾ ഇത് ഹോട്ടലാണ്, ഫുൾ ഹോട്ടലാണ്. ഇതിൻ്റെ ഈ ഒരു ഫ്ലോർ മാത്രമാണ് ഇപ്പോൾ വർക്കിംഗ് ഉള്ളത്. ബാക്കിയുള്ളതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് നടത്തിയേക്കാണ്. നമ്മുടെ ബീഫും എങ്ങനെയുണ്ട്? ബീഫ് കായ, ബീഫ് ടൊമാറ്റോൻ്റെ ഇച്ചിരി മതി. നമുക്ക് കൂടാണ്ട് തന്നെ ഇത് വറുത്തരപ്പിൻ്റെ അവർ കിട്ടുന്നുണ്ട്. ശകല സ്പൈസി കപ്പ, ശകല സ്പൈസിയാണ്. ശകലം സ്പൈസി വേണം അല്ലെ പിന്നെ നമ്മുടെ നാടൻ ഇതാവും. തീർച്ചയായും. അപ്പം നമ്മൾ കഴിക്കാൻ സൂപ്പറാണ്. ഫുഡ് നല്ല ഫുഡ്, മീൻസ് നല്ല നാടൻ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. നല്ല നാടൻ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടും ഇങ്ങനെ ടേസ്റ്റ് ആക്കി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ചെയ്യണമല്ലോ, പക്ഷേ ആ രീതിയിൽ ടേസ്റ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പൊള്ളിച്ചിട്ടുണ്ടല്ലോ ചെറുതായിട്ട്. അതെ, പുളിവെള്ളം രണ്ടാമത് ഒഴിച്ചിട്ടുണ്ട്. പുളി ശരിക്കും പിടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക്. അതിന് പൊള്ളിച്ചപ്പോൾ തന്നെ ചെറുള്ളിലേക്ക് ഇട്ട് വാട്ടിയത് അത് ഇതിൻ്റെ പൊക്കത്തിട്ട് മറ്റേ തേങ്ങാക്കൊത്തും വറുവായല്ലോ. പക്ഷേ ഈ ഗ്രേവി കൂട്ടി അങ്ങനെ പൊള്ളിച്ചത് നല്ലത്. തീർച്ചയായിട്ടും അപ്പം നല്ല കോമ്പിനേഷൻ അല്ലേ? അപ്പം നല്ല കോമ്പിനേഷൻ. അപ്പം എനിക്ക് പറയാം എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ തന്നെയാണ്. മുട്ട, മീൻ മുട്ട. ഇത് എന്ത് മീനാണ്? ഫിഷ് മീൻ മുട്ട ഇതിനകത്ത് സ്റ്റഫ് ചെയ്യാം. ഇപ്പോൾ പ്രോൺസ് സ്റ്റഫ് ചെയ്തെടുത്ത് മീൻ മുട്ട സ്റ്റഫ് ചെയ്യാം. സെയിം പ്രിപ്പറേഷൻ ആണോ? അതെ, മുട്ട അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ നമ്മൾ ഗസ്റ്റിന് കൊടുക്കലുണ്ട് സ്പെഷ്യലായിട്ട്. സെയിം പ്രിപ്പറേഷൻ തന്നെയല്ലേ ചെമ്മീൻ്റെ? അതെ. ഇപ്പം എന്തായാലും ഇവിടെ അങ്ങനെ കുറേ കൗണ്ടേഴ്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ നാടൻ ഫുഡ് അടുത്ത ഒരു കൗണ്ടറിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചൈനീസ് ഉണ്ട്, ബാക്കി എന്താ ഫ്രൈഡ്സ് ഉണ്ട്, അങ്ങനെ എല്ലാം ഇവിടെ കിട്ടും. നല്ല ഫാമിലി ആയിട്ട് വന്നിരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയ
സ്പേഷ്യസ് ആണ്, നല്ല സ്പേസ് ആണ്. അതുകൊണ്ട് ഇനി റെസ്റ്റോറൻറ്റും ബാക്കി റൂംസും എല്ലാം വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വരുന്നുണ്ട്. അതിനു മുമ്പ് വരാം, ഭക്ഷണം കഴിക്കാൻ വരാം, അല്ലെങ്കിൽ താമസിക്കാനും വരാം, എല്ലാത്തിനും വരാം. വന്നോളൂ ഫാമിലി ആയിട്ട് ഇത് നല്ല രീതിയിൽ ആസ്വദിച്ചിരുന്ന് കഴിക്കാം അല്ലേ. തീർച്ചയായും. അപ്പോൾ നമ്മുടെ ഇത് കറക്റ്റ് സീപോർട്ട് എയർപോർട്ട് റൂട്ടിൽ BMCക്കും സൺറൈസ് ഹോസ്പിറ്റലിനും നടുക്കായിട്ട് തൃക്കാക്കര തന്നെ അല്ലേ, തൃക്കാക്കര റൈറ്റ് സൈഡിലായിട്ട്, അതായത് കളമശ്ശേരി ആ റൂട്ട് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലായിട്ട് മമ്മാമിയ സിദ്ദിഖിക്ക കഴിക്കാം. നന്ദിയുണ്ട് ഇക്ക. വന്നില്ലെങ്കിലും ഇക്കയ്ക്കും താങ്ക്സ്. ഇക്കയുടെ മകനായിട്ടാണ് ഞങ്ങൾ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരനും വളരെ നന്ദിയുണ്ട്. രഞ്ജിതാണ്ണനും താങ്ക് യു. നമ്മുടെ രതീഷണ്ണനും ലവി ചേച്ചിക്കും എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പം എന്തായാലും ഞാൻ അതങ്ങോട്ട് കഴിക്കട്ടെ. അതോടൊപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു അവസരത്തിൽ ഇവിടെ വന്നതിൽ വളരെ നന്ദി. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവാർഡ് പോലെ തന്നതിന്. അവാർഡ് മാത്രമല്ല, അത് ഞാൻ തീർത്ത് തന്നെയില്ലേ. തീർച്ചയായും. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു. ഓക്കെ.